സമയം രാവിലെ 5:30. ഒരു ഓട്ടോ ആക്കിയിട്ട് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഒരു ദൂരയാത്രയാണ്, കോഴിക്കോടേക്കാണ് യാത്ര. റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് വൈകിട്ടാണ്, വണ്ടി എത്താനായിട്ടുണ്ട്. അമ്മ ഓടി ലിഫ്റ്റിൽ കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഓടി നമ്മൾ ലിഫ്റ്റിൽ കയറി. അപ്പോൾ അമ്മയും ഞാനും കൂടിയാണ് കേട്ടോ പോകുന്നുള്ളത് കോഴിക്കോടേക്ക്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ, അടുത്തടുത്ത് തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോടേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഡിവോഷൻ ആൽബത്തിൻ്റെ ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 8:30 ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി. കോഴിക്കോടേക്ക് എത്തിയതേ അറിഞ്ഞില്ല കേട്ടോ, പെട്ടെന്ന് എത്തിയതുപോലെ തോന്നി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നേരെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോയിട്ടാ. നടന്നാണ് കേട്ടോ പോയത് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക്. അവിടെ എത്തുമ്പോഴേക്കും ഒരു വിധം അടുത്താണെന്ന് വിചാരിച്ചിട്ടാണ് നടക്കാൻ ഇറങ്ങിയത്, പക്ഷേ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ആ വെയിലിന് നടക്കുമ്പോൾ വിചാരിച്ചു ഓട്ടോ ആക്കായിരുന്നു, ഒന്ന് അടുത്തുനിന്ന് വെച്ചിട്ടാണ് കേട്ടോ നടന്നത്. പൂരിയും ബാജിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്, അമ്മയും അതിനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോയിൽ ആണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കോഴിക്കോട് ടൗണിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് മീഡിയ സ്റ്റുഡിയോയിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട്, ഡിവോഷണൽ ആൽബത്തിൻ്റെ ഒരു ഷൂട്ടിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ യാത്ര ഒരാഴ്ച മുന്നേ പോകാനുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ക്യാമറാമാനും അസിസ്റ്റൻ്റൊക്കെ ഷൂട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ആ സമയത്ത് പിന്നെ അതിൽ അഭിനയിക്കുന്ന ഒരാൾ ആണ് കേട്ടോ ഇതേ ഇരിക്കുന്നത്. ഇവർ വന്നു കേട്ടോ, അവർ ചെറിയൊരു വേഷം അവർക്കുണ്ട് കേട്ടോ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരും വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എത്തിയിട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ തുടങ്ങി. ഇതൊരു ഡിവോഷണൽ ആൽബം ആയതുകൊണ്ട് തന്നെ ഇത് അമ്പലത്തിൽ നിന്ന് എടുക്കുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് തന്നിരിക്കുന്ന വേഷം ഒരു സെറ്റ് സാരിയും ഇതൊക്കെ എടുത്തിട്ട് അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോയിട്ട് തൊഴുന്ന അങ്ങനെയുള്ളൊരു സീനാണ് കേട്ടോ. ശരിക്കും ഈ ആൽബത്തിൻ്റെ ഭൂരിഭാഗം ഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ലാസ്റ്റ് ഭാഗം കുറച്ച് സീൻ ബാക്കി ഉണ്ടായിരുന്നത് എടുക്കുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഇവിടെ തന്നെ നോക്കാം. അവിടെ നോക്കി തൊഴുതെല്ലാവരും ചേട്ടനൊന്നും തൊഴുത് എല്ലാവരും മോൻ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഗോവിന്ദ ഇവിടെ നോക്ക്. ആക്ഷൻ ഇവിടെ നോക്ക്. ചേട്ടാ റെഡി ചേട്ടാ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ 2:30 ലെഗ്മോറിന് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നു കേട്ടോ. നാട്ടിലേക്ക് തിരിച്ചു. നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ സൂചി കുത്താൻ സ്ഥലമില്ലാത്ത തിരക്കായിരുന്നു. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ ഞാൻ അങ്ങനെ നിന്നതാണ് കേട്ടോ. അവസാനം കണ്ണൂർ എത്തുമ്പോൾ എനിക്ക് സീറ്റ് കിട്ടി കേട്ടോ. അപ്പോഴാണ് ഞാനൊന്ന് ഇരുന്നത്. പോകുമ്പോൾ നല്ല സുഖമായിരുന്നു, ട്രെയിനിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വരുമ്പോഴാണ് നമ്മൾ പെട്ടത് കേട്ടോ. അങ്ങനെയും തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിൽ. കൈയൊക്കെ എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിടിച്ചു നിന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. വരുമ്പം വന്നത് ആലോചിക്കാനേ പറ്റുന്നില്ല, അത്രയും തിരക്കായിരുന്നു വണ്ടിയിൽ. പിന്നെ കണ്ണൂരെത്തിയപ്പോൾ ഒരു ആശ്വാസമായി, പിന്നെ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഷൂട്ടിന് വിട്ടുള്ള വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.